പ്രത്യേകിച്ച് മഴ പെയ്യുവാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ വളരെ അപകടം തന്നെയാണ്. നമസ്കാരം, VMTV ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹൗസിംഗ് ബോർഡിൽ നിന്നും തമ്പാനൂരേക്ക് പോകുന്ന SS കോവിൽ റോഡിലാണ്. നടപ്പാതയിലെ ദൃശ്യങ്ങളാണ് എൻ്റെ സൈഡിൽ കാണുന്നത്. അലക്ഷ്യമായി കേബിളുകൾ നിരത്തിലേക്ക് ഇട്ടേക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇത്. സാധാരണക്കാരുടെ യാത്രയെ ദുരിതത്തിലാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇത്. ഒരുപാട് പേരാണ് ഇതിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഇതുവരെ കോർപ്പറേഷൻ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് മഴ പെയ്യുവാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ വളരെ അപകടം തന്നെയാണ്. അതെ, അപ്പോൾ ഒരു യാത്രാ സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമല്ലേ ഇത്? അതെ, തീർച്ചയായും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ളൊരു റൂട്ടിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണ് SS കോവിൽ റോഡിൽ പ്രവർത്തിച്ചു വരുന്നത്. ഈ വഴി യാത്ര ചെയ്യുമ്പോൾ കയർ കഴുത്തിൽ കുരുങ്ങിയും മറ്റ് അപകട സാധ്യതയും ഏറെയാണ്. SS കോവിൽ റോഡിലെ കാഴ്ച മാത്രമല്ല, നഗരത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ കേബിളുകൾ അലക്ഷ്യമായി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാർച്ചോടെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിക്കുന്നതോടെ എന്ത് മാറ്റങ്ങളാണ് തലസ്ഥാനത്ത് കൊണ്ടുവന്നതെന്ന് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഇതിനെ കാണാതെ കണ്ണടച്ചു പോകുന്നത് എന്തുകൊണ്ട്? ഭരണഘടന സഞ്ചാര സ്വാതന്ത്ര്യം പറയുമ്പോഴും ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. ഇതിനെ കണ്ണു തുറന്ന് കാണുക, ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവൻ തന്നെ ഇതുവഴി നഷ്ടമായേക്കാം. മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണും വരെ ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ജ പ്രകാശ്.